നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഒരുപാട് AI വീഡിയോസും അതുപോലെ തന്നെ AI ഫോട്ടോസും ഒക്കെ ജനറേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. നമ്മളുടെ പെങ്ങന്മാരോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരെങ്കിലും പറയുക, എടാ എനിക്ക് ഈ ഫോട്ടോ ഇതുപോലെ എനിക്ക് ചെയ്തു തരണം. അപ്പോൾ നമ്മൾ പ്രോംപ്റ്റ് അയച്ചു തരാൻ പറയും. പ്രോംപ്റ്റ് അറിയത്തില്ലെങ്കിൽ നമ്മൾ തന്നെ അത് ക്രിയേറ്റ് ചെയ്ത് നമ്മളുടെ യുക്തിക്കനുസരിച്ച് നമ്മളത് ചെയ്തു കൊടുക്കും. പക്ഷെങ്കിൽ AI എത്രമാത്രം സെക്യൂർഡ് ആണ് അല്ലെങ്കിൽ സെക്യൂർഡ് ആണോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? AI എത്രമാത്രം സെക്യൂർഡ് ആണെന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. AI പോസിറ്റീവ് സൈഡ്സ് ഉള്ളതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവ് സൈഡും ഉണ്ട്. അതിലെ ടോപ്പ് 10 ഏതൊക്കെയാണെന്ന് വീഡിയോയ്ക്ക് അവസാനം പറയുന്നതായിരിക്കും. സ്കിപ്പ് അടിക്കാതെ കാണുക. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ സുഹൃത്ത് ജെമിനിയിൽ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തിരുന്നു. ഇവൻ അയച്ചു കൊടുത്ത പ്രോംപ്റ്റിൽ ഇല്ലാത്തൊരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് അവന് റിസീവ് ചെയ്ത് വന്ന ഫോട്ടോയിലുണ്ടായിരുന്നു. അവൻ്റെ കൈയുടെ ഈ ഭാഗത്തായിട്ട് ഒരു മറുകുണ്ട്. ഇവൻ അയച്ചു കൊടുത്തത് ഫോട്ടോ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരുന്നു. ഇവൻ ആവശ്യപ്പെട്ടത് ഒരു ഫുൾ സൈസ് ഫോട്ടോയും. ഇവനത് പോലെ തിരിച്ചു വന്നു. പക്ഷേ ഈ മറുക് എങ്ങനെ കൈ പ്രത്യക്ഷപ്പെട്ടു എന്നറിയത്തില്ല. ഇവൻ്റെ കൈ ആ ഫോട്ടോയ്ക്കകത്ത് ഇല്ല. ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരുന്നു. പക്ഷേ ഇവൻ്റെ ഫുൾ സൈസ് ഫോട്ടോയാണ് തിരിച്ചു വന്നത്, അവൻ ആവശ്യപ്പെട്ടത്. മറുകിനെ പറ്റി പ്രോംപ്റ്റിൽ പോലും അവൻ പരാമർശിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ അതെങ്ങനെ സംഭവിച്ചു? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൃത്രിമ ബുദ്ധി ആയതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു മനുഷ്യൻ്റെ മനസ്സ് അല്ലെങ്കിൽ ഇമോഷൻ മനസ്സിലാക്കി സംസാരിക്കാൻ ഒരു മനുഷ്യനെപ്പോലും ഒരിക്കലും സാധിക്കത്തില്ല. ഒരു തത്തയെ പഠിപ്പിച്ച് എങ്ങനെ വിടുന്നു അതുപോലെയാണ് ഇതിനെ പ്രോസസ്സ് ചെയ്ത് വിട്ടിരിക്കുന്നത്. മുമ്പേ പറഞ്ഞ മറുകിൻ്റെ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ AI 10 നെഗറ്റീവ് സൈഡ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഒന്നാമത്താണ് ബയസ്, പക്ഷപാതം എന്ന് പറയും. വളച്ചൊടിച്ചതോ അല്ലെങ്കിൽ ഉൾച്ചേർച്ചയില്ലാത്തതോ പരസ്പര ബന്ധമില്ലാത്തതായിട്ടുള്ളൊരു കാര്യം ഒരു ഡാറ്റയിൽ സംഭവിക്കുമ്പോൾ അത് മനുഷ്യർക്കിടയിൽ ചർച്ച വരും. ഇത് AI ഒരു കൺഫ്യൂഷൻ കൊടുക്കും. മനുഷ്യരെ പോലെ റീതിങ്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് AI സ്വയമേ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, ഓട്ടോമാറ്റിക്കായിട്ടും പറ്റത്തില്ല. അപ്പോൾ അവിടെ പക്ഷപാതം സംഭവിക്കും. ഇത് ചിലപ്പോൾ 2 വ്യക്തികളാകാം, അല്ലെങ്കിൽ 2 സ്ഥാപനങ്ങൾ തമ്മിലാകാം, വാട്ടവർ. ഇത് ക്രിയേറ്റ് ചെയ്ത ആൾക്കാർ തമ്മിലാകാം. ഇത് ഒരു പക്ഷപാതത്തിന് കാരണമാകും. രണ്ടാമത് പറയുന്നതാണ് സൈബർ സെക്യൂരിറ്റി ത്രെറ്റ്സ്. AI ആളുകൾക്കിടയിൽ കൂടുതൽ ആക്സസബിൾ ആകുമ്പോൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ AI കൃത്രിമ ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൃത്രിമ ബുദ്ധി ആയതുകൊണ്ട് കാരണം ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എലോൺ മസ്ക് ഒരു നെഗറ്റീവ് പരാമർശം കൊടുത്തു എന്ന് ജസ്റ്റ് ചിന്തിക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഒരു വോയിസ്, എലോൺ മസ്കിൻ്റെ ഒരു വോയിസ് എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറയുകയാണ്, അത് സ്പ്രെഡാവുന്നു. അത് വളരെ ഡേഞ്ചറാണ്. ഇനി ഒരു കാര്യം കൂടെ, അത്തരത്തിലുള്ളൊരു വോയിസ് കോൺട്രവേഴ്സി സ്പ്രെഡ് ആവാൻ തരത്തിൽ കേപ്പബിൾ ആയിട്ടുള്ളൊരു വോയിസ് AI വെച്ചിട്ട് എലോൺ മസ്കിൻ്റെ ശബ്ദത്തിൽ ക്രിയേറ്റ് ചെയ്താണെങ്കിലോ? ഇത് ഒരു സൈബർ സെക്യൂരിറ്റി ത്രെറ്റ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. മൂന്നാമത് പറയുന്നതാണ് ഡാറ്റ പ്രൈവസി ഇഷ്യൂസ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഉള്ള സ്മാർട്ട് ഡിവൈസിലെല്ലാം AI അവൈലബിൾ ആണ്. ഒരുപാട് ആപ്പുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പം നമ്മുടെ ഈ ഡിവൈസുകൾ വെച്ചിട്ട് നമ്മളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള മറ്റ് പല കാര്യങ്ങളും, നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം AI ചോർത്താൻ പറ്റും. ഇതാണ് ഡാറ്റ പ്രൈവസി ഇഷ്യൂസ്. നാലാമത് പറയുന്നതാണ് എൻവയോൺമെൻറ്റൽ ഹാംസ്. കാരണം ഇത് ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നമുക്ക് സൃഷ്ടിക്കാനിടയുണ്ട്. വലിയ AI മോഡലുകൾ ഇവർക്ക് കൂടുതൽ ഊർജ്ജം വേണം, കൂടുതൽ വൈദ്യുതി, അതുപോലെ തന്നെ ജലം. ഇത് നമ്മൾ എൻവയോൺമെൻറ്റൽ ഹാംസിന് കാരണമാകും. ഇപ്പം ഇലക്ട്രോണിക് വേസ്റ്റ് പുറന്തള്ളത്തില്ലേ, അത് നമുക്കൊരു പാരിസ്ഥിതിക പ്രശ്നമായിട്ട് എക്സാമ്പിൾ പറയാൻ പറ്റുന്നതാണ്. അഞ്ചാമത് പറയുന്നതാണ് എക്സിസ്റ്റൻഷ്യൽ റിസ്ക്. നോബൽ സമ്മാന ജേതാവായ ഗോഡ് ഫാദർ ഓഫ് AI ആയ ജെഫ്രി ഹിൻറ്റൺ അദ്ദേഹം പണ്ട് പറഞ്ഞിട്ടുണ്ട്, AI നമ്മുടെ മനുഷ്യൻ്റെ വംശനാശത്തിന് തന്നെ കാരണമാകും. 10 അല്ലെങ്കിൽ 20% ആളുകളുടെ ജീവന് ഭീഷണിയാവും AI എന്ന് പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് എക്സിസ്റ്റൻഷ്യൽ റിസ്കിനകത്ത് ഉൾപ്പെടുത്താൻ നമുക്ക് പറ്റും. ആറാമത് പറയുന്നതാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഫ്ലേമെൻറ്റ്. ഇതെന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയാണെന്ന് ചിന്തിക്കുക. ഇപ്പോൾ എൻ്റെ അതേ പേരിൽ ബ്രാൻഡിൽ മറ്റൊരാളൊരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ അത് AI വെച്ച് ക്രിയേറ്റ് ചെയ്തതാണെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്ത ആളുടെ പേരിൽ എനിക്ക് ലീഗലി മൂവ് ചെയ്യാൻ പറ്റും, എനിക്ക് കേസ് ഫയൽ ചെയ്യാൻ പറ്റും. ഇതിൽ അതിൻ്റേതായിട്ടുള്ള ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്. അങ്ങനെ ആ ലീഗൽ ഫോർമാലിറ്റി ഉൾപ്പെടാതെയാണ് ഇദ്ദേഹം ഈ കാര്യം ചെയ്തതെങ്കിൽ എനിക്ക് ലീഗലി മുമ്പോട്ട് പോകാൻ പറ്റും. ഏഴാമത് പറയുന്നതാണ് മെയിൻ പോയിൻ്റ്, ജോബ് ലോസ്. AI വന്നതോടുകൂടി ഒരുപാട് ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, മേളിൽ നിന്ന് താപ്പോട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് നമുക്കറിയാം. ഈ ഒരു സന്ദർഭത്തിൽ ജോബ് ലോസ് എന്ന് പറയുന്നത് വലിയൊരു പ്രതിസന്ധി ഘട്ടമാണ്. AI വന്നു കഴിയുമ്പോൾ സാധാരണപ്പെട്ട ആൾക്കാരെ ഇത് നല്ലപോലെ അഫക്റ്റ് ചെയ്യും. കാരണം ഒരു അക്ഷയ സെൻറ്ററിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു കല്യാണക്കുറി പ്രിൻറ്റ് ചെയ്യുകയാണ്, നമുക്ക് വീട്ടിലിരുന്നാലത് ചെയ്യാം. ഒരു മാരേജ് ഒരു കുറി, ഒരു ലെറ്റർ നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നു, അത് വീട്ടിൽ ഇരുന്ന് ചെയ്യാവുന്ന കാര്യമാണ്. നമുക്കൊരിക്കലും ഒരു ഷോപ്പിലോട്ട് പോകേണ്ട കാര്യമില്ല, ഒരിക്കലും ഒരു പ്രസ്സിൽ പോയി അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ജോബ് ലോസ് AI സംബന്ധിച്ച് നമ്മളെ ബേസ് ചെയ്തിട്ട് അതൊരു വലിയ പ്രശ്നമാണ്. എട്ടാമത് പറയുന്നതാണ് ലാക്ക് ഓഫ് അക്കൗണ്ടബിലിറ്റി. നമ്മൾ AI ഒരു ജോലി കൊടുക്കുന്നു,
ആ ജോലി തെറ്റായി പോയി കഴിയുമ്പം അല്ലെങ്കിൽ ഒരു ഫോൾട്ട് സംഭവിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഉത്തരവാദി ആരാണ്? ഒന്നുകിൽ സിസ്റ്റമാണോ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദി അത് ക്രിയേറ്റ് ചെയ്ത ആളാണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. 9ാമത്താണ് AI ടെററിസം. AI ടെററിസം എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ AI റോബോട്ടുകൾ വെച്ചിട്ടുള്ള ആക്രമണങ്ങൾ അയച്ചു വിടുക, അതുപോലെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക, അതുപോലെ AI ഡ്രോണുകൾ വെച്ചിട്ടുള്ള ഭീകരാക്രമണങ്ങൾ, അതുപോലെ AI ബോംബുകൾ, യാതൊരു പ്രൊവക്കേഷനും ഇല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് പൊട്ടിത്തെറിക്കുന്ന ടൈപ്പുള്ള ബോംബുകൾ കണ്ടുപിടിക്കുന്നത്, ഇതൊക്കെ AI ടെററിസമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ലാസ്റ്റ് വണ്ണാണ് ആക്സിലറേറ്റർ ഹാക്കിംഗ്. ആക്സിലറേറ്റർ ഹാക്കിംഗ് എന്ന് പറയുന്നത് ഓട്ടോമേഷൻ പോലെയുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വളരെ വേഗത്തിൽ നടക്കുന്നൊരു പ്രക്രിയയാണിത്. ഇത് ഉപയോഗിച്ച് ഉള്ള മീൻ പിടിക്കുക, അല്ലെങ്കിൽ ഭീകരാക്രമണം സൃഷ്ടിക്കുക, അല്ലെങ്കിൽ ഒരു ഡിവൈസ് ഹാക്ക് ചെയ്യുക, ഇതൊക്കെ ഓട്ടോമേഷൻ വഴി സാധ്യമാകുന്നതാണ്. ഇത് പക്ഷേ ഒരു മനുഷ്യൻ്റെ കൺട്രോളിനും അപ്പുറമാണ്. ഒരിക്കലും ഒരു മനുഷ്യന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു മനുഷ്യന് ഒരു മിന്നലിൻ്റെ വേഗത്തിലോ അല്ലെങ്കിൽ ഫ്ലാഷിൻ്റെ വേഗത്തിൽ പോകാൻ ഒരിക്കലും സാധ്യമല്ല. പക്ഷേങ്കിൽ അവിടെ AIക്ക് കഴിയും. സോ മച്ചന്മാരെ, ഞാൻ ഇത്രയും പറഞ്ഞതിൽ AI മോശമാണ് എന്നൊരർത്ഥം അതിൽ ഉദിക്കുന്നില്ല. AIക്ക് നെഗറ്റീവ് സൈഡ്സ് ഉണ്ട്, അതാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത്. അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവ് സൈഡ്സും ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ AI ഉപയോഗിക്കുമ്പോൾ ഫ്യൂച്ചറിൽ വരുന്ന കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഈ റീസെൻ്റായിട്ട് എനിക്ക് എൻ്റെ ചുറ്റും നടന്ന കുറച്ച് ഇൻസിഡൻസ്, അതുപോലെ തന്നെ ഓൺലൈൻ മീഡിയാസിൽ ഞാൻ കണ്ട കുറച്ച് കാര്യങ്ങൾ, കുറച്ച് പെൺകുട്ടികൾക്ക് പറ്റിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറ്റിയ കുറേ കാര്യങ്ങൾ, അതെല്ലാം കണ്ടുകൊണ്ടും എൻ്റെ ഫ്രണ്ട്സിന് അതുപോലെ കുറച്ച് എക്സാമ്പിൾസ് വെച്ചിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. സോ എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക.